ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ട്രാൻസിഷൻ സേവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇതിപ്പോൾ ഞാനൊരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പം ഇതുണ്ട്, ഇതിപ്പം ഈ ഒരു രീതിയിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളെ ഒരു റൊട്ടേഷൻ എന്നൊക്കെയാണെങ്കിൽ പറയാം, അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഒരു ട്രാൻസിഷനാണ്. അപ്പം ഈ ഒരു ട്രാൻസിഷൻ എങ്ങനെ നമുക്ക് സേവ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. സോ ഇതാണ് ട്രാൻസിഷൻ. അപ്പം ഫസ്റ്റ് നമ്മൾ ഈ ഒരു ട്രാൻസിഷൻ നമുക്ക് ഇങ്ങനെ ഒന്നും കൂടി ഇത് ചെയ്തെടുക്കുക, അതെങ്ങനെ ഇത് സേവ് ചെയ്ത് വെക്കാമെന്നാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഇത് സേവ് ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ ഫസ്റ്റ് ഇതിനുവേണ്ടി ഉപയോഗിച്ച നള്ള്, നമ്മൾ സാധാരണ ട്രാൻസിഷൻസിന് വേണ്ടി നള്ളാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ നള്ള് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതിനുവേണ്ടി ഉണ്ടാക്കിയ ട്രാൻസിഷൻസ് നമുക്ക് അതിൻ്റെ ഒരു കീ ഫ്രെയിംസ് നമുക്ക് കാണാണ്ട്, ആ ഒരു കീ ഫ്രെയിംസ്. അപ്പം ആ ഒരു കീ ഫ്രെയിംസിൻ്റെ ഇവിടെ കൺട്രോൾ ഞെക്കിക്കൊണ്ട് ഈ ഓരോ കീ ഫ്രെയിമും ഇങ്ങനെ ഇവിടെ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് രണ്ടും കൂടെ സെലക്ട് ആയിക്കോളും. ഓക്കെ, അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു നള്ള്, അതായത് നമ്മുടെ ഫസ്റ്റിൻ്റെ ആ ഒരു റൊട്ടേഷൻ്റെ ആ ഒരു അത് സെലക്ട് ആയി, ഒരു കീ ഫ്രെയിം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഇവിടെ പോവുക. അവിടെ ആനിമേഷൻ കാണാം, അവിടെ സേവ് ആനിമേഷൻ കാണാം. എന്നിട്ട് അവിടെ നിങ്ങൾക്ക് വേണ്ട അടിക്കുക. എന്താ പറയുക, നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാനായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട നെയിം വെച്ച് കൊടുക്കുക. അപ്പോഴത്തേക്കും അത് ഓൾറെഡി സേവ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഈ ഒരു നള്ള് കളയുവാണ്. ഓക്കെ, അപ്പം ഇതിപ്പോൾ ഒരു സാധാരണ ക്ലിപ്പാണല്ലേ. ഇപ്പോൾ നമുക്ക് ട്രാൻസിഷൻ നമ്മൾ റിമൂവ് ചെയ്തു. ഇനി നമ്മൾ ആ ട്രാൻസിഷൻ ആയിട്ട് ഇൻസേർട്ട് ചെയ്താൽ മതി. പുതിയൊരു നള്ളുണ്ടാക്കുക. പുതിയൊരു നള്ളൊന്നെങ്കിൽ ഷോർട്ട് കട്ട് വെച്ച് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ന്യൂവിൽ പോയിട്ട് നള്ള് ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് ഉണ്ടാക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ ആനിമേഷൻ പ്രീസെറ്റിൽ യൂസർ പ്രീസെറ്റ് കാണാം. അവിടെ പോയി കഴിഞ്ഞിട്ട് നമുക്കിവിടെ കാണാം, നമ്മൾ സേവ് വെച്ചേക്കുന്ന എല്ലാ ട്രാൻസിഷൻസും നമുക്കിവിടെ കാണാം. എന്നിട്ട് എന്ന് വെച്ചാൽ അത് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ സേവ് ചെയ്ത് റൊട്ടേറ്റ് 1 എന്നാണ് ജസ്റ്റ് നള്ളിലോട്ട് കൊണ്ട് ഡ്രോപ്പ് ചെയ്യുക. പക്ഷേ ഇതിപ്പം ഇത് എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല അല്ലേ. അപ്പോൾ അതിന് കാരണം നമ്മുടെ ക്ലിക്ക് പേരൻറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളുടെ പേരൻറ്റും കൂടെ ചെയ്യുക. അപ്പോൾ അതെ, ഇത്രേ ഉള്ളൂ പരിപാടി. ക്ലിപ്പ് നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അതായത് ചിലപ്പോൾ കീ ഫ്രെയിംസിൽ വേരിയേഷൻ വരുവാണെങ്കിൽ നമ്മൾ കീ ഫ്രെയിംസ് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് അവിടെ വെച്ചാൽ മതി. മോസ്റ്റ് പ്രോബബ്ലി കീ ഫ്രെയിംസിൽ വേരിയേഷൻ വരില്ല. ഇനി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് പഴയ പോലെ വെച്ചാൽ മതി. അപ്പോൾ അത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് ഒരു എന്താ പറയുക, ഒരു ആനിമേഷൻ അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ സേവ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പം അതായത് നമ്മൾ നള്ള് വെച്ചിട്ടാണല്ലോ നമ്മൾ ഓരോ ട്രാൻസിഷൻസ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിപ്പം എന്താ പറയുക, ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെയാണ് സേവ് ചെയ്തത്. ഇനി ഇതിൻ്റെ സേവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ നള്ള് ഏതാണോ അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഞെക്കുമ്പോൾ അതിൻ്റെ കീ ഫ്രെയിംസ് നമുക്ക് കാണാൻ പറ്റും. ഇതുകൊണ്ടോ കീ ഫ്രെയിംസ് നമ്മൾ ജസ്റ്റ് ഇവിടെ ഈ ഒരു കീ ഫ്രെയിംസ് എല്ലാം ഇങ്ങനെ കൺട്രോൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യുക. സേവ് നമ്മുടെ ആനിമേഷൻ വേണമെങ്കിൽ സേവ് ആനിമേഷൻ പ്രീസെറ്റ് കൊടുക്കുക, സേവ് ചെയ്യുക. ഇങ്ങനെ യൂസർ പ്രീസെറ്റ്സ് എടുത്തിട്ട് ഇങ്ങനെ ഇടുക. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഒരു ട്രാൻസിഷൻ സേവ് ചെയ്യാൻ. നമ്മൾ ഓരോ പ്രാവശ്യം ഒരു ട്രാൻസിഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്രേ ഉള്ളായിരുന്നു. നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ്. മറ്റൊരു ട്യൂട്ടോറിയലിൽ കാണാം. അതുവരേക്കും ബൈ.